ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു FFI 37. ഇതേതാ സ്ഥലം നോക്കിയാൽ ഇടുക്കി ജില്ലയിൽ പീരുമേട് പഞ്ചായത്തിൻ്റെ അകത്ത് ഉൾവശത്ത് വരുന്ന എസ്റ്റേറ്റ് റോഡാണ്. അതായത് റാണികോയിൽ എസ്റ്റേറ്റ് എന്ന് പറയും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റാണികോയിൽ ടു LMS എസ്റ്റേറ്റിലേക്കാണ്. അതായത് LMS എന്ന് പറയുന്നത് എൻ്റെ ഏരിയ, ഞങ്ങളുടെ ഏരിയയിലേക്ക് ഞാൻ റാണികോയിൽ മുതൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് എസ്റ്റേറ്റ് റോഡ് വഴി. ഈ കാണുന്ന റോഡൊക്കെ പണ്ട് നല്ല പ്രത്യേകത, ഇപ്പോഴാണ് ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത്. മേളിലൊരു ലോറി വരുന്നുണ്ട്. ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്ന ലോറി ഷെറിൽ നിന്ന് വരുന്ന, അതായത് പാറ പൊട്ടുന്ന സ്ഥലത്ത് നിന്ന് പാറപ്പൊടി പിന്നെ കല്ലുകളൊക്കെ ഈ റോഡിൽ കൂടെ ഈ ലോറി ഇതുപോലത്തെ ഒരു വലിയ ലോറി ഉണ്ട്. എത്ര വല്ലതും പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യം അവർ മനസ്സ് വെച്ചൊന്ന് കയറ്റി വിടാതെ അങ്ങോട്ടൊന്നും കയറി പോകാൻ പറ്റില്ല. മനസ്സ് വെച്ചാൽ കയറി പോകാനൊക്കെ പറ്റും, പക്ഷേ റിസ്ക്കാണ്. ആ റിസ്ക് എടുക്കാതെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കാതെ ഓണത്തിരിച്ച് കൊടുത്താൽ അവർ ചിലപ്പോൾ കയറ്റി വരും. അതിന് പുറകെ പോകാൻ നോക്കാം. ഇപ്പം നമ്മൾ വേറൊരു എസ്റ്റേറ്റിലേക്ക് വന്നു, ലക്ഷ്മി കോവിൽ. നാളുകളിൽ കഴിഞ്ഞ് ലക്ഷ്മി കോവിൽ, അതാണ് വലിയ ഏരിയ. ഇതാണ് ലക്ഷ്മി കോവിൽ റോഡ്. അപ്പോൾ ഈ നീണ്ട റോഡ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വണ്ടി പിടിച്ച് പോകാൻ നല്ല രസമാണ്. കൊറോണ സമയത്തൊക്കെ ഓരോ സ്ഥലങ്ങൾക്ക് പോകാൻ ഇതുപോലത്തെ എസ്റ്റേറ്റ് വഴി കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇതാണ് ലാടം. ഇവിടെ നിന്ന് ഇനി താഴെ വരെ ഒരു അമ്പലമുണ്ട്. അമ്പലം വരെ ഒറ്റ റോഡാണ്. നല്ല രസമാണ് അതിന് വണ്ടി പിടിച്ചു പോകാൻ. ഇടയ്ക്ക് പട്ടിയോ വേറെ എന്തെങ്കിലുമൊക്കെ ചാടാതിരുന്നാൽ കൊള്ളാം. കണ്ടോ, വ്യൂ കണ്ടോ, നല്ല രസമല്ലേ. ഏത് സമയം ഇവിടെ ഒരു വെയിറ്റ് ഷെഡിൽ ആൾക്കാരുണ്ട്. കാണുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമ്മളിതാ ആര്യണം കവലയ്ക്ക് പോകുന്ന റൂട്ടിൽ കയറിയിട്ടാണ്. നമ്മൾ കുറച്ച് മുന്നേ ഒരു ഇടത്ത് റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് കിട്ടുന്നുണ്ട്. അത് തെപ്പക്കുളം കൊടുവ അങ്ങനത്തെ സ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഇത് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ കയറി. ഇത് നേരെ ആര്യണം കവല, പിന്നെ ഇടത്തെ സൈഡ് പോയാൽ പഴവമല, വലത്തെ സൈഡ് പോയാൽ LMS നമ്മുടെ ഏരിയ. ഈ റോഡ് ഭയങ്കര മോശമാണ്. കൂടുതലും കട്ടറും ചാട്ടവും കുഴിയൊക്കെയാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് പറ്റിയ റോഡാണ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഓഫ് റോഡ് പോകാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, ഓടിച്ചു പോകാം. പിന്നെ ഈ വീഡിയോ ഒന്നും അത്ര ശരിയാവില്ല, കാരണം ഇത് ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ ഡ്രൈവിങ്ങും അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ആഫ്റ്റർ വീഡിയോ ഷൂട്ടിങ്ങിന് ശേഷമാണ്. കാരണം വൺ ഹാൻഡ് ഡ്രൈവിങ് വൺ ഹാൻഡ് മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ എനിക്കറിഞ്ഞ് രണ്ടാമത്തെ തവണയാണ് ഈ റോഡ് ഇട്ട് വെച്ചേക്കുന്നത്, എന്നാലും ശരിയായിട്ടില്ല. ഈ വാർക്ക റോഡ് ഇട്ട് എങ്ങനെയും പൊളിയുമെന്ന് അറിയാം. പിന്നെ എന്തിനാണ് ഇതിടുന്നത്? ഏതായാലും പൈസ മുടക്കണം, എന്നാൽ പിന്നെ താറും കിട്ടും. അത് ചെയ്യും. പണ്ടൊക്കെ എനിക്ക് ഈ വഴി കൂടെ വരാനൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷെ ഇപ്പോൾ ആ പേടിയില്ല. ഇതൊരു കയറ്റം കഴിഞ്ഞാൽ ഇതാ ഇക്കോയ് സായിപ്പ് എന്ന് പറഞ്ഞൊരു സായിപ്പിൻ്റെ വീടാണ്. അതും കൂടെ കഴിഞ്ഞ് ആര്യാണം കവല എന്നറിയപ്പെടുന്ന സ്ഥലം. അത് നേരെ ചെന്നിട്ട് താർ റോഡിൽ ചെന്ന് നമ്മൾ ചാടി. അവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ പഴവമ്പനാറ്, വലത്തേക്ക് പോയാൽ LMS, ഗ്ലെന്നേരി, പിന്നെ ഏലപ്പാറ, പള്ളിക്കുച്ചി, വുഡ്ലാൻഡ്സ്, പിന്നെ അവിടെ നിന്ന് കോട്ടയം, മേലപ്പാറ, കട്ടമല, അങ്ങോട്ട് എവിടെ വേണമെങ്കിലും. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് ഈ റോഡ് വളരെ മോശം ചെയ്തു. ഇത്തവണ ടാറിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എത്ര കാലത്തേക്ക് ഇത് ഉണ്ടാവും നോക്കാം നമുക്ക്.
ഇട്ട് പൂർണ്ണമായിട്ട് ഫുള്ളങ്ങ് ഇട്ടിട്ടില്ല. ആ ഒരു ഏരിയക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കഷ്ടം തന്നെയുടെ കഷ്ടം തന്നെ. പണ്ട് നല്ല വൃത്തിയുള്ള റോഡായിരുന്നു. ഇപ്പം നോക്കിയിട്ട് ഒരു കാര്യം കൊടുക്കും. കയ്യിൽ പോകാൻ എന്താ രസം നടക്കും. അതൊരു വേറെ എനിക്കമ്മോ. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. എന്നാലും അവനെ വിളിക്കാൻ നിൽക്കണ്ട, നമുക്ക് നേരെ പോകും. അപ്പോൾ നമ്മൾ നേരെ പോയി ചാടാൻ പോകുന്നത് എല്ലാം ബസ്സിൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവില്ല ഒരു ചായക്കട, ജനാർദ്ദനൻ്റെ ചായക്കട. ആ ചായക്കടയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സമയം അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഏതായാലും അവിടെ ചെന്നിട്ട് നമുക്ക് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതുപോലെ മെയിൻ റോഡിലേക്ക്, ഈ മെയിൻ റോഡും പണ്ട് നല്ല രസമായിരുന്നു. ഒരു 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് നല്ല രീതിക്ക് പണി എല്ലാം കൂടെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ആ കാണുന്ന ചൂളമരം, വലത്തെ സൈഡ് കാണുന്നില്ല ചൂളമരം, ഇത് പണ്ട് മുതലുള്ള ചൂളമരം. ഇതിലും നല്ല പൊക്കമായിരുന്നു. പക്ഷേ ഒരു 5 വർഷത്തിന് മുന്നേ ഉള്ള ഇടിയേറ്റ് മരം ഇപ്പോൾ പാണ്ടിയുള്ളൂ. ഈ അടുത്ത സൈഡ് കാണുന്നതാണ് ഇവിടുത്തെ ഫാക്ടറി, തേയില ഫാക്ടറി. പണ്ട് പ്ലൻ്റിൽ നിന്നായിരുന്നു, ഇപ്പോൾ മാറി. എന്ത് കഷ്ടപ്പാട്. ഇതാണ് ഞങ്ങളുടെ LMS സ്റ്റേറ്റ്. അതായത് ഞാൻ ജനിച്ചോളാണ് സ്ഥലം. 5 പൈസ കയ്യില്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞുകൂടാൻ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും തന്നെ. നല്ല രസമാണ് ഇവിടെ. പണ്ട് ഒത്തിരി പേരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആൾക്കാർ പോകുന്നുണ്ട്. അതായത് എല്ലാവരും ഓരോ പണിക്കായിട്ട് ജോലിക്കായിട്ടും പുറത്തൊക്കെ. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ജനതൻ്റെ കട എത്തി കേട്ടോ. ഇപ്പോൾ ആകെ കുറച്ച് പേരെങ്ങാണ്ടേ ഉള്ളൂ. അവരെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ കാണാം. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ എല്ലാവരും ഇവിടെ തന്നെ വരും. ജനതൻ്റെ കട എത്തി. ഈ കടക്കകത്ത് പോയി നോക്കാം ആരാ ഉള്ളത്. പക്ഷെ ആരെങ്കിലുമൊക്കെ കാണും. ആ പറഞ്ഞ പോയത് ഉണ്ണിച്ചേട്ടായി.